കർത്താവായ യേശുവിൽ ആനന്ദിച്ച് അവിടുത്തെ നാമത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന അനുഗ്രഹീത ദൈവാരാധനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്നായിരിക്കുന്ന ഈ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, സ്തുതിച്ച് ആരാധിക്കാം. നാം എവിടെയൊക്കെ ആയിരുന്നു കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തെ നാമത്തെ ഓർക്കുകയും ചെയ്യുന്നോ അവിടെയൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. ആ വിശ്വാസത്തോടെ ഒരു പക്ഷേ നീ ഇപ്പോൾ ടി വിയുടെ മുമ്പിലായിരുന്നുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നായിരിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പക്ഷെ നിന്റെ കൂടെ ഇതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, സാന്നിധ്യമുണ്ട്, അത്ഭുതകരമായ ഇടപെടലുണ്ട്. അത് വിശ്വസിച്ചു വേണം ഈ ശുശ്രൂഷയോട് ചേരാൻ. ഓർക്കണേ, ശുശ്രൂഷയോട് നീ മനസ്സുകൊണ്ടും നിന്റെ ശരീരം കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും നീ ചേരണം. ചേർന്ന് പ്രാർത്ഥിക്കണം. വചനം പറയുമ്പോൾ ചേർന്ന് ഹൃദയത്തിൽ വചനം പറയണം. സ്തുതിക്കുമ്പോൾ സ്തുതിക്കണം. കാരണം നമ്മൾ ചുമ്മാ കാണുവല്ല കേൾക്കുവല്ല, മറിച്ച് നമ്മൾ ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. ഈശോയൊന്ന് ആരാധിച്ചുകൊണ്ട് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ. അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒന്ന് പറഞ്ഞേ. ഇവിടെ ആയിരിക്കുന്നവരും വിദൂരങ്ങളിലായിരിക്കുന്നവരൊക്കെ ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്താൻ റോമക്കെഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. സത്യവാ, നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയത്നവും ഒന്നുമല്ല, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ വിജയം നൽകുന്ന കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ കരുണ, അതാണ് നമ്മുടെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ നമുക്കുള്ള എല്ലാ നന്മകളെയോർത്തും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ച് സന്തോഷത്തോടെ ആവേശത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എന്റെ കൂടെ നിൽക്കുന്ന ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാലോ നമ്മുടെ കഴിവുകള്, നമുക്കിന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർ പറയും, ചിലരിങ്ങനെ അഭിമാനത്തോടെ പറയാറുണ്ട്, അഭിമാനിക്കാം, പക്ഷെ കർത്താവിൽ അഭിമാനിക്കാവുള്ളൂ. ചിലപ്പോൾ ചിലർ സ്വയം അഭിമാനിച്ചിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നേടിയതാ, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാ, എൻ്റെ കുടുംബത്തിന്റെ മഹിമ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായതാ. എന്താ ഇതൊക്കെ? നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മൾ ആര് വേണമെങ്കിലും നാളെ കിടപ്പിലാകാം. ഇന്ന് ഏറെ കഴിവുണ്ട് എന്ന് പറയാൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും നാളെ ചിലപ്പോൾ മാനസിക രോഗം വരാം. നമ്മുടെ ഈ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുക, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ, സന്തോഷിക്കുന്നവൻ കർത്താവിൽ സന്തോഷിക്കട്ടെ. അപ്പൊ നമ്മുടെ എല്ലാ നന്മകളുടെയും അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് ദൈവാരാധനയാണ്. ഒന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങനെയെങ്കിൽ ഇന്നേ ദിവസം ഈ സ്വർഗീയ സംഗീതം എന്ന മനോഹരമായ ശുശ്രൂഷയിലൂടെ നാം കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുക. നാം ഇപ്പോൾ ആലപിക്കുന്ന ഗാനത്തിന്റെ വരികള് നമ്മോട് പറയുവാണ്, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപര. ആവർത്തിച്ച് നമ്മൾ പാടുക, ദൈവത്തെ സ്തുതിച്ചു പാടുക, നമ്മുടെ മനസ്സിനോട് സ്തുതിക്കാൻ പറയുക, നമ്മുടെ മനസ്സിനോട് നന്ദി പറയാൻ പറയുക, ജീവിതത്തിലുള്ള എല്ലാറ്റിനെയോർത്ത് നന്ദി പറയാൻ പറയുക. നമ്മുടെ ബന്ധങ്ങളെ ഓർത്ത്, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത്, നമ്മുടെ ആരോഗ്യത്തെ ഓർത്ത്, സൗന്ദര്യത്തെ ഓർത്ത്, നമുക്കിന്ന് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം.
ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും ചെന്ന് പാടിക്കേ. ഈശോയേ ഈശോയേ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ആനന്ദത്തോടെ ചേർന്ന് പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ആവർത്തിച്ച് സന്തോഷത്തോടെ നന്ദി. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. എന്റെ ജീവിതത്തെയോ നന്ദി പറയുന്നു. നന്ദി നന്ദി എൻ ദൈവമേ ഈശോയെ നന്ദി യേശുപരാ. എനിക്ക് തന്ന എല്ലാ ദാനങ്ങളെയും ഒത്ത് നന്ദി നന്ദി എൻ ദൈവമേ ഈശോയെ നന്ദി യേശുപരാ. സന്തോഷത്തോടെ പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ജീവിതത്തിലേക്ക് ഈശോ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ആവർത്തിച്ച് പാടി ഈശോയെ സ്തുതിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ഈശോയെ അങ്ങ് തന്ന ആരോഗ്യത്തെയോത്ത് ആയുസ്സിനെയോത്ത് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ഇന്ന് കരങ്ങൾ ഉയർത്താമോ? ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? യേശുവേ 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 യേശുവേ. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചെല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഈശോയെ 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 ഈശോയെ. യേശുവേ 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 യേശുവേ. ഈശോയെ 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 ഈശോയെ. ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഈശോയെ 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 ഈശോയെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക,
കർത്താവ് എങ്ങനെ നമ്മെ സ്നേഹിച്ചു, പിതാവ് ദൈവം എങ്ങനെ നമ്മെ സ്നേഹിച്ചു. തന്റെ സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മുറിവേറ്റ് നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. ഇതാ സങ്കീർത്തന പുസ്തകം ഇപ്രകാരം നമ്മോട് പറയുകയാണ്. 147 സങ്കീർത്തനം 3 വാക്യം, അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്തു. നമുക്കറിയാലോ, ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ മുറിവിനാൽ, യേശുവിന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ആവർത്തിച്ച് വചനം പറയുക, ദൈവം നമ്മെ സ്നേഹിച്ചു, സ്വന്തം ശരീരത്തിൽ മുറിവേറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുറിവുകളെ ഉണക്കാനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മാറാൻ തക്കവണ്ണം ഈശോ നമ്മെ സ്നേഹിച്ചു. ആ ഈശോയുടെ സ്നേഹത്തെ, ആ വലിയ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. ഗാനത്തിന്റെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വെച്ചല്ലോ. നമ്മളുള്ള പാപം മൂലം വന്ന നഷ്ടം, വേദന, തകർച്ച, അത് ഈശോ തൻ്റെ ശരീരത്തിലെ മുറിവുകളിലൂടെ പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ചു. ഇതോർത്തുകൊണ്ട് എനിക്ക് വേണ്ടി മുറിവേറ്റവനാ, എനിക്ക് വേണ്ടി കുരിശും മരിച്ചവനാ എൻ്റെ കർത്താവ് എന്നോർത്തുകൊണ്ട് ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ചെന്ന് പാടിക്കേ. ആവർത്തിച്ചു പാടി. സ്വയം എല്ലാവരും ചെന്ന് ചെന്ന് പാടിക്കേ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പാപത്തിൽ നമ്മെ മോചിപ്പിച്ചതിനോത്ത് ചേർന്ന് പാടി. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഈശോയെ ആരാധിച്ച് ആഹ്ലാദത്തോടെ ഒന്നോടെ ചേർന്ന് പാടി. ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഹൃദയത്തിൽ പ്രകാരം എന്ന് പറഞ്ഞ് ഈശോയെ നന്ദി പറയും. ഈശോയെ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയോർത്ത് നിനക്ക് ഞാൻ നന്ദി പറയും. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെയോർത്ത് ഞാൻ നിനക്ക് നന്ദി പറയും. എൻ്റെ ഈശോയെ, നീ അനുദിനം എൻ്റെ കൂടെ വരികയും എന്നെ നയിക്കുകയും ചെയ്യുന്നു എന്നതിനെയോർത്ത് ഞാൻ നിനക്ക് നന്ദി പറയും. എൻ്റെ ഈശോയെ, നിന്നോട് ആലോചന ചോദിക്കുവാണെങ്കിൽ നീ എന്നെ നയിക്കുന്നവനും എൻ്റെ കരം പിടിക്കുന്നവനും എൻ്റെ വഴികളിൽ പ്രകാശം നൽകുന്നവനുമാണ് എന്ന് അറിഞ്ഞ് ഞാൻ നിനക്ക് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 150 സങ്കീർത്തനം അതിന്റെ 1 വാക്യം വചനം പറയുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കാനാ പറയുക. ഇനി എന്തിനു വേണ്ടി കർത്താവിനെ സ്തുതിക്കണം? 2 വാക്യം പറയുക, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന അതിശക്തമായ മഹിമയുടെ അതിശയത്തിന്റെ പ്രവൃത്തികളെ പ്രതി ദൈവത്തെ നാം സ്തുതിക്കണം. ഈ സ്തുതിക്കണമെന്ന് മാത്രമല്ല വചനം പറയുക, മറിച്ച് സ്തുതിക്കാതിരിക്കുന്നത്, നന്ദി പറയാതിരിക്കുന്നത് ഒരു പാപമാണ് എന്ന് കൂടെ
അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടത്തിന് കാരണമായി തീരും എന്ന് കൂടെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഇതാ റോമക്കെത്തപ്പെട്ട ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വചനം പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. നോക്കിക്കേ, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തേണ്ടത്, നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നവരെ കുറിച്ച് പറയുകയാണ്, അവരുടെ യുക്തി, അവരുടെ ബുദ്ധി അത് നിഷ്ഫലമായി പോയി. അവരുടെ ഹൃദയം അന്ധകാരത്തില് ആണ്ടുപോയി. തുറന്ന് വചനം വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ ദൈവം ഉപേക്ഷിച്ചു എന്നും അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അടിക്കടി തിന്മകളും തകർച്ചകളും കടന്നു വന്നു എന്നാണ് പിന്നെ വചനം പറയുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കാതിരുന്ന കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ്, അനുഗ്രഹിക്കപ്പെടുന്ന തടസ്സമാണ്. അത് നഷ്ടത്തിന്, അന്ധകാരത്തിന് ഇടം പിടിക്കുന്നതിന് കാരണമായി തീരും. അപ്പൊ അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമുക്ക് പാടി സ്തുതിക്കാം. ഇതാ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് ഗാനത്തിന്റെ വരി പറയുക, കൂരിരുൾ താഴ്വര അതിലും എൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ വഴികളിൽ പ്രകാശമായിട്ട് വരുന്നവന്. ആ കർത്താവിനെ ഞാൻ സ്തുതിക്കും, ആ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും, നന്ദി പറയും. അപ്പോ കൂടുതൽ കൂടുതൽ എൻ്റെ വഴികളിൽ പ്രകാശം ഉണ്ടാവും. വിശ്വാസത്തോടെ ഗാനത്തോട് ചേർന്ന് പാടി. പഠിക്കേ, ആവർത്തിച്ച് പാടിക്കേ, എന്റെ ഈശ്വരൻ എനിക്ക് പ്രകാശം. ഈശോയേ നന്ദി പറയുന്നു എൻ്റെ കർത്താവേ. ഈശോയേ ഈശോയേ ആവർത്തിച്ച് പാടി, സന്തോഷത്തോടെ പാടി. ആവേശത്തോടെ പാടിക്കേ, സ്തുതിച്ചു പാടിക്കേ. ഈശോയെ, സർവശക്തനായ ദൈവമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിരാശ കടന്നിരുന്ന സമയമുണ്ടാവും, എല്ലാം തീർന്നു തോന്നുന്ന സമയമുണ്ടാവും. അങ്ങനെ ശൂന്യതയുടെ സമയം, ഒരു പക്ഷെ പ്രതീക്ഷിച്ച വിജയമില്ല, പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല, ജീവിതത്തിന് ഒരു അർത്ഥം തന്നെ കണ്ടെത്താൻ പറ്റണില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ശൂന്യതയിലായിരുന്നുകൊണ്ട്, നിന്റെ വേദനയിലായിരുന്നുകൊണ്ട് നീ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കേ, നന്ദി പറയാൻ തുടങ്ങിക്കേ. നിന്റെ ജീവിതത്തിലേക്ക് ഇതാ എന്ത് നിനക്ക് നഷ്ടമായിരിക്കുന്നോ അത് ഇരട്ടിയായിട്ട് കർത്താവ്. നാം കാണുന്നു ജോബിന്റെ പുസ്തകം. ജോബിനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. കർത്താവിനെ സ്തുതിക്കാനായിട്ടൊരു കാരണം പോലും ഇല്ല. അവന്റെ ശരീരത്തിൽ നിറയെ പുഴുക്കളായിട്ട് മാറി, അവന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു, അവന് സ്വന്തം എന്ന് പറയുന്ന മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒന്നും നന്ദി പറയാൻ ഇല്ലാത്ത അവസ്ഥ. സ്വന്തം ഭാര്യ പോലും ദൈവത്തെ ശപിച്ചുകൊണ്ട് പോയി ചാവ് എന്ന് പറയുന്ന രീതി തള്ളി പറഞ്ഞു. അവിടെയും ജോബ് ദൈവത്തെ സ്തുതിക്കുക. ഇന്നലെ എനിക്ക് നന്മകൾ തന്നവനാ എന്റെ ദൈവം. ഇന്നൊന്നുമില്ല, പക്ഷേ ഇന്നലകളിൽ എന്നെ അനുഗ്രഹിച്ചവനാ എന്റെ ദൈവം. എല്ലാ അനുഗ്രഹവും തിരിച്ചെടുക്കപ്പെട്ടപ്പോഴും ജോബ് പറയുക, എന്നെ അനുഗ്രഹിച്ചവനാ എന്റെ ദൈവം.
ഇന്നലെ ഞാൻ ഈ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചെങ്കിൽ ഇന്ന് തിന്മ വന്നപ്പോ തള്ളി പറയാൻ എന്നെ കൊണ്ടാവില്ല. ജോബ് പറയും. അപ്രകാരം ജോബ് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ, എന്തൊക്കെയായിരുന്നു അവന്റെ ശൂന്യത, എന്തൊക്കെയായിരുന്നു അവന്റെ വേദന, അവിടെയൊക്കെ ഇരട്ടിയായിട്ട് കർത്താവ് സന്തോഷം അനുഗ്രഹിക്കും. നാം കാണുന്നല്ലോ ഇതുപോലത്തെ ഒരവസ്ഥയിലേക്ക്. ഇത്രയൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് അതുപോലെ നമ്മുടെ അപ്പസ്തോലന്മാർ വന്നു നിൽക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരെ പ്രതീക്ഷ അർപ്പിച്ച ഗുരുവിനെ നഷ്ടപ്പെട്ടു. ഇപ്പൊ പുറത്തിറങ്ങിയ തല്ലിക്കൊല്ലും എന്നുള്ള അവസ്ഥയാ. പക്ഷേ ആ ശൂന്യതയിൽ കർത്താവ് അവരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? നന്ദി പറയുക, സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അപ്പോ നിങ്ങൾക്ക് എന്ത് നഷ്ടമായോ അവിടെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശൂന്യതകളെ എടുത്തു വെച്ചുകൊണ്ട്, നമ്മുടെ നഷ്ടങ്ങളെ എടുത്തു വെച്ചുകൊണ്ട്, പരാജയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ ആരംഭിക്കാം. അവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ നഷ്ടമായിട്ടുന്നുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹമായിട്ട് ശക്തിയായിട്ട് ഇറങ്ങും. ഈ കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും തങ്ങളുടെ നഷ്ടങ്ങളെയും ശൂന്യതകളെയും കർത്താവിന്റെ സന്നിധിയിൽ ഓർത്ത് അതിനോർത്ത് നന്ദി പറഞ്ഞ് ചെന്ന് പാടിക്കേ. ഇത് ഗാനത്തിന്റെ വരി നമ്മോട് പറയാം, ജീവിത ശൂന്യതയും നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിയുമല്ലോ. ഏത് ശൂന്യതയിലേക്കും, ഏതില്ലായ്മയിലേക്കും, ഏത് തകർച്ചയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, ചെന്ന് പാടാം. ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. പാടിക്കേ. ആവർത്തിച്ചു പാടി. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ആനന്ദത്തോടെ പാടിക്കേ. നന്ദി, സന്തോഷത്തോടെ നന്ദി. ആവേശത്തോടെ നന്ദി പറഞ്ഞ് ചെന്ന് പാടി. നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് നന്ദി നന്ദി നന്ദി. സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ച് എല്ലാ നാവുകളൊന്ന് സ്തുതിക്കട്ടെ. ഈശോയെ സ്തുതിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ വിളിക്കട്ടെ. സ്വരമുയർത്തി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാരൊക്കെയാണോ അവരൊക്കെ വാ തുറക്കട്ടെ, വായെന്ന് സ്വരം ഉയരട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ, യേശുനാമം ഏറ്റു പറയട്ടെ, യേശുനാമം ഏറ്റു പറയട്ടെ. വിശ്വാസത്തോടെ പറയേ, കർത്താവിന്റെ വാക്കാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷ പ്രാപിക്കും. നീ കർത്താവായ യേശുവിന്റെ നാമം, ജീവനുള്ള ദൈവത്തിന്റെ നാമമാണ് വിളിച്ചപേക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ രക്ഷയുണ്ട്, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ നീ പരാജയപ്പെടുന്നോ, എവിടെയൊക്കെ നഷ്ടവും ദുഃഖവും ശൂന്യത അനുഭവിക്കുന്നോ, അവിടെയൊക്കെ അത് മാറ്റി നിറവായിട്ട് നിന്നെ മാറ്റാൻ കഴിയുന്ന ദൈവം നിന്റെ ദൈവം. വിളിക്ക്, വിളിക്ക്, ഈശോയെ വിളിക്ക്, യേശുവിനെ വിളിക്ക്. ഈശോയെ, 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 ഈശോയെ. കർത്താവേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണേ, സകല ദാമ്പത്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണേ. ഈശോയെ, ദുഃഖിക്കുന്നവര്, വേദനിക്കുന്ന, നിരാശ കഴിയുന്നവര് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, നിന്നെയാണ് സ്തുതിക്കുന്ന ആരാധിക്കുന്നെങ്കിൽ, ഈശോയെ, ഈശോയെ, അവരോരോരുത്തരുടെയും മേല് ദൈവത്തിന്റെ ശക്തമായ കരം പ്രകടമാക്കപ്പെട്ടു. അനുഗ്രഹിക്കുന്ന
ദൈവത്തിന് ഇടപെടുണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ, വിനാശവും വിടുതലുണ്ടാകട്ടെ. ഈശോയേ, 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 ഈശോയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ